എന്നാ പൊന്നു പരിപാടി? എന്നാ പരിപാടി? താറിടുവാണോ? ഇന്ന് ഞങ്ങൾ പോയപ്പോൾ ഫുള്ള് സ്റ്റാർ കണ്ടപ്പോൾ നമ്മുടെ അടുത്ത് മാത്രം സ്റ്റാർ ഇല്ലാന്ന് അല്ലേ പൊന്നു? അങ്ങനെയല്ലേ പറഞ്ഞു. അതുകൊണ്ട് പപ്പ പരാതി തീർക്കുക. ക്രിസ്മസ് ട്രീയും കൂടെ എടുത്ത് വെക്കുന്നതാണ് മക്കൾ ഓർത്ത്. അപ്പോൾ എടുത്ത് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു സങ്കടമൊക്കെ വന്നു. എന്നാൽ സ്റ്റാർ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായിട്ടോ. ക്രിസ്മസും ക്രിസ്മസ് ട്രീയും സ്റ്റാറും എല്ലാം പിള്ളേർക്കൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ. എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. നമ്മുടെ പയറിനൊക്കെ വളമൊക്കെ ഇട്ടാലേ ഇനി അതൊന്ന് കാടൊക്കെ ഒന്ന് പറിച്ചിട്ട് അല്പം മണ്ണിടാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അത് ഞാൻ തൂമ്പിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു. ഇത് ഞാൻ പൊന്നുവിനെ അവിടെ ഇരുത്തിയേക്കും കേട്ടോ. അപ്പോൾ അവൾ കയറി വന്നതിന് മുമ്പ് എൻ്റെ പണിയൊക്കെ തീർക്കണം. ഇത് നോക്കിയേ നമ്മുടെ ബീൻസ്. അപ്പോൾ അതേ ഈ വശത്ത് ഇത്തിരി തണലുണ്ട്. ഇനി ഇവിടെയും കൂടെ വെയിലാവണതിന് മുമ്പ് എനിക്ക് ഇവിടെ ഒന്ന് കാട് പറിച്ചിട്ട് മണ്ണിടണം. ആ സൈഡിൽ നല്ല വെയിലാട്ടോ. ഇന്ന് നല്ല വെയിൽ, അത്യാവശ്യം നല്ല വെയിലാണ് എല്ലായിടത്തും. അതെ കേട്ടോ. കാട് കയറിയിട്ടുണ്ട്. നമ്മൾ വളമൊക്കെ ഇട്ടപ്പോഴത്തേക്കും കാടും കയറിയിട്ടുണ്ട്. നന്നായിട്ട് വളമൊക്കെ എടുത്തൂലോ, കാരണം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാടും കയറുന്നു. പിന്നെ അമ്മ ഇപ്പോൾ വരാട്ടോ. പയറൊക്കെ കായ്ക്കുന്നുണ്ട് കേട്ടോ. വെയിലൊക്കെ ആയി നന്നായിട്ട് പൂവൊക്കെ കുത്തുണ്ട്. നമ്മളന്ന് ഒരു ലോഷനൊക്കെ ഒഴിച്ചായിരുന്നു അല്ലേ. അത് പിന്നെ പുഴുവിനൊക്കെ ഇച്ചിരി ശല്യമൊക്കെ കുറവുണ്ട് കേട്ടോ. ളുടെ ശല്യം കുറഞ്ഞപ്പോൾ കൂനനുറുമ്പൊക്കെ കയറുണ്ടായിരുന്നു. ഞാൻ അതിന് ഇച്ചിരി വേപ്പെണ്ണ അതിച്ചിരി തളിച്ചു കൊടുത്തായിരുന്നു. അതും വെളുത്തുള്ളിയും കൂടെ തളിച്ചു കൊടുത്താൽ മതി. എൻ്റെ പൊന്നെങ്ങോടാ വൻ്റെ ആള് വരുന്നുണ്ടേ. കണ്ടോ നമ്മുടെ കുഞ്ഞ് വഴുതനയില്ലേ, വഴുതന പൂവിട്ടു കേട്ടോ. കാടുണ്ട്, കാടൊക്കെ പറിച്ചായിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കണോണ്ടേ ആവശ്യത്തിന് മഴയും പെയ്തു. അന്നേരത്തേക്കും പുല്ലാണ് വളം മൊത്തം വലിക്കണം കേട്ടോ. ആ പപ്പയ്ക്ക് വറക്കുണ്ടടാ. അപ്പോൾ ഈ പുല്ലൊന്ന് പറിച്ചിട്ട് ഇത്തിരി മണ്ണും കൂടെ വെട്ടിയിട്ട്, അത്യാവശ്യം മണ്ണൊക്കെ മഴ പെയ്തപ്പോഴൊക്കെ അങ്ങ് പോയായിരുന്നു അല്ലേ. ഇപ്പം മണ്ണും കൂടെ വെട്ടിയിട്ട് അത് അത്യാവശ്യം അങ്ങ് വളർന്നോളും അല്ലേ. കണ്ടോ, ഒക്കെ ചാടിപ്പോകല്ലേ എന്ന് പറഞ്ഞേ അമ്മ. ഇങ്ങനെ കാപ്പിയുടെ ഇലയൊക്കെ കൊഴിഞ്ഞ് കമ്പൊക്കെ കൊണ്ടുപോയി വള്ളി പാകിയില്ല, കമ്പ് കൊണ്ടുപോയി കുത്തി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാപ്പിയുടെ കമ്പ് ഇങ്ങനെ 4 സൈഡിലേക്കും അതിൻ്റെ കമ്പുകൾ നിൽക്കണോണ്ട് പെട്ടെന്ന് അതിൻ്റെ വള്ളി കയറി പിടിച്ചോളും. അപ്പോൾ അതെ ഇവിടുത്തെ പുല്ലൊക്കെ പറിച്ചു വെച്ച് മണ്ണിട്ട് കൊടുക്കട്ടെ. ഇത് നമ്മുടെ ആദ്യം തന്നെ ഇത് നന്നായിട്ട് വന്നതായിരുന്നു. വെട്ടിക്കളഞ്ഞതാണ്, നമ്മുടെ പുഴു എന്തോ വെട്ടിക്കളഞ്ഞതാണ്. നമ്മുടെ ഈ ചേമ്പൊക്കെ പറിക്കാൻ ആറായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പറിച്ച് നോക്കണേ. എൻ്റെ തൂമ്പാപ്പണിയൊന്നും അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല കേട്ടോ. അറിയാവുന്ന രീതിയിൽ അങ്ങ് ചെയ്യും. ഒത്തിരി മണ്ണൊന്നും വേണ്ട. അതിൻ്റെ കടയ്ക്ക് കുറച്ച് മണ്ണൊന്ന് ഇട്ട് കൊടുത്താലേ അതിന് വേര് പിടിക്കാനുള്ളതാവൂലോ. അതിന് ഇത്തിരി ഇട്ട് കൊടുത്തേക്കാം. അതിൻ്റെ ചോട്ടിൽ ഓൾറെഡി മണ്ണുണ്ട്. ഞാൻ എനിക്ക് അത്യാവശ്യത്തിന് ചെയ്യണേ കേട്ടോ. ഇതിലെ മണ്ണിടണത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചുമ്മാ പിടിക്കണേലും ഇത് ചെയ്യണേലൊക്കെ മിസ്റ്റേക്കൊക്കെ കാണും. എനിക്കറിയാവുന്ന രീതിയിൽ അങ്ങ് ചെയ്യും. നമ്മുടെ ആവശ്യത്തിനൊന്ന് ചെയ്യാൻ വേണ്ടിയല്ലേ.
വഴുതനയ്ക്ക് ഇപ്പം ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. വഴുതനയ്ക്ക് ഈ പുല്ല് പറിച്ചില്ലല്ലോ. ഈ പുല്ല് പറിച്ചില്ല. എന്നാടാ പുല്ല് അവിടെ തന്നെ ഇരുന്ന് മടുത്തതിനുള്ള ഇതാണ് കേൾപ്പിക്കുന്നത്. ഞാൻ നമ്മുടെ ഏലമൊക്കെ അങ്ങനെ പുറകോട്ടൊന്ന് തിരിച്ച് അങ്ങോട്ട് കെട്ടി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കടന്നു നടക്കാനും യാതൊരു വിഷയമില്ല. ബീൻസ് അവിടെ കിടക്കട്ടെ, പറിക്കാറായില്ല. ഇനി ഉണ്ടായി വന്നിട്ട് പൂത്തുണ്ട് കണ്ട, പയറൊക്കെ പൂത്തുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഈ മാതിരി കമ്പ്, കാപ്പിയുടെ കമ്പ് വിരിഞ്ഞ് നിൽക്കണം കൊണ്ട് എല്ലാ കമ്പേക്കോടെ ഇങ്ങനെ കയറി പടരാനുള്ള സൗകര്യം നമ്മുടെ വള്ളീനേക്കാളും സൗകര്യമുണ്ട് കേട്ടോ. നമ്മുടെ കാപ്പിയുടെ കമ്പ് കുത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാപ്പിക്കുരി പറിക്കാൻ ചെന്നപ്പോൾ അവിടെ നല്ല കമ്പൊക്കെ ആദ്യം പറിച്ചോടത്ത് ഒത്തിരിയുള്ള കമ്പൊക്കെ ഇങ്ങനെ വെട്ടി, ഒത്തിരി ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുന്ന കമ്പൊക്കെ വെട്ടിക്കളഞ്ഞാൽ വെയിലേറൊക്കെ ഉണ്ടെങ്കിലാണ്, നല്ല വെയിലൊക്കെ കിട്ടിയാലാണ് കാപ്പി കായ്ക്കുള്ളൂ. അപ്പോൾ ഇടയ്ക്കുന്ന് ഒത്തിരി ചവറായിട്ട് നിൽക്കണയൊക്കെ വെട്ടിക്കളയും. അപ്പോൾ അതിൻ്റെ ഇല ഉണങ്ങി ഇലയൊക്കെ കൊഴിഞ്ഞ് കഴിയുമ്പോൾ ആ കമ്പ് ഇങ്ങനെ കിടക്കണ കൊണ്ടുപോയി കുത്തി വെക്കണേ കേട്ടോ. ഇതിൻ്റെ ചോട്ടിലൊക്കെ എന്തോരം പുല്ല കയറിയേക്കണം നോക്കി. അവിടെ ഒരു പാവലം കയറി എൻ്റെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, കളയണ്ട. പയറിൻ്റെ ഒപ്പം പാവലവും കയറിയിട്ടുണ്ട്. നിൽക്കട്ടെ, ഞാൻ കളയണമൊന്നുമില്ല. കളയണില്ല എന്ന് പറയുമല്ല, നേരെ അതിൻ്റെ ചോട്ടിലാണ് പോയി വലിച്ചത്. പോയൊന്നുമില്ല. എന്നാടാ വീട്ടിലല്ലേ ഇപ്പം ഇത് കണ്ടോ, കുറേ നാൾ കൂടി കാണുന്ന സാധനം കേട്ടോ ഇത്. മുക്കൂറ്റി കണ്ടോ, വീട്ടിലല്ലേ ഇപ്പം ഇത്. കൊച്ചവിടെ ഇരിക്കണം, കൊച്ചു വീട്ടിലല്ലേ ഇരിക്കണം. പിന്നെ ആ കൊച്ചു നമ്മുടെ അവിടെയല്ലേ ഇരിക്കണം. പിന്നെ എന്നാ അമ്മ ഇതിനമ്മേ മണ്ണ് കട്ടെ. അയ്യോ, കാപ്പിയുടെ കമ്പ് എല്ലായിടത്തും തടഞ്ഞ് നിർത്തണേ കാണുന്നേ അമ്മേനെ. കാപ്പിയുടെ കമ്പേ അമ്മേനെ തടഞ്ഞ് നിർത്തുക. കമ്പ് മുടിയായിട്ട് പിടിക്കണം. ഈ കമ്പ് 4 ദിവസത്തേക്ക് വിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് മണ്ണിടാൻ കുറച്ച് അസ്വസ്ഥതകളൊക്കെ വന്നു കേട്ടോ. എൻ്റെ കൊച്ചു കണ്ടോ നല്ല. അപ്പോൾ ഞാൻ ആ തണലത്തുള്ളതൊക്കെ പറിച്ച് കഴിഞ്ഞു. ഇതേ വെയിലത്തുള്ളത് പറിക്കോട്ടെ. എന്തോരം പുല്ലുണ്ടായല്ലേ. ഇതിപ്പോൾ പറിച്ച് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്ത ആ വളം മൊത്തം ഈ കാട് വളർന്നു വരുവേ. നല്ല വെയിൽ, ഇന്നത്തെ വെയിലിന് ഭയങ്കര ചൂടാട്ടോ. പൊള്ളിയിട്ട് പാടില്ല കേട്ടോ, നല്ല പൊള്ളല. വലിച്ചപ്പം കൂടെ കുറഞ്ഞു ഉണ്ടോ? ഇങ്ങോട്ട് വരണം, ഇവിടെ ഭയങ്കര വെയിലാണ്. വെയിൽ കണ്ടോ, ഇത് ഭയങ്കര വെയിലാട്ടോ. എന്തായാലും വീട്ടിലാ പോണേ. പൊന്നൂസിനാണെങ്കിൽ ഞാൻ കയറി ചെല്ലാന്നിട്ട് അതിൻ്റെ വിഷമം. എൻ്റെ അടുത്ത് ഞാൻ എന്ത് പരിപാടി ചെയ്താലും എൻ്റെ പുറകെ ഇങ്ങനെ ഭയങ്കര വെയിലാട്ടോ. അതുകൊണ്ട് തലയിൽ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടേ എൻ്റെ കൂടെ എല്ലാ പരിപാടിക്കും മഞ്ഞായതുകൊണ്ട് അവിടെ ഇരുന്നിട്ട് അവൾക്ക് ആകെ അസ്വസ്ഥത. അതുകൊണ്ട് അവളിരുന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കണം. അയ്യോ കൈയൊക്കെ പൊള്ളണം. നമ്മളോട് പയറൊക്കെ വാടി വെച്ചാൽ നോക്കി, ഭയങ്കര ചൂടായുണ്ടോ കണ്ടോ. കണ്ടോ പയറിൻ്റെ പൂവൊക്കെ ഉണ്ടോ, എന്നെ ഉണ്ടോ, എല്ലാത്തിലും ഉണ്ടായിട്ടോ. ഉണ്ടായി, ബീൻസും ഉണ്ടായി. ഓ തണലത്തേക്കൊന്ന് മാറിയപ്പോൾ എന്താ ആശ്വാസം. എനിക്കിങ്ങനെ തുണി തലയിലിടുന്ന ഇഷ്ടമല്ല, പക്ഷെ തലയിലുണ്ട് എന്നാ ചെയ്യണേ, ഭയങ്കര ചൂട്. അയ്യോ ദഹിമൊക്കെ നോക്കി പയറുണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടോ വലിയ പയറിൻ്റെ ഇതൊക്കെ കണ്ടോ. ഇവിടെ പയറൊക്കെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെയാകുമ്പോൾ ഇത് ഞാൻ നോക്കിയിട്ട് വള്ളീനേക്കാളും നല്ലത് ഈ പരിപാടിയാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. വള്ളി കെട്ടിയാൽ ഒരു ഇങ്ങനെയല്ലേ കെട്ടിക്കൊടുക്കാൻ പറ്റുള്ളൂ. ഇതൊരു കമ്പ് കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പേ കൂടെ എല്ലാത്തിനും കൂടെ ഇങ്ങനെ ചുറ്റും കമ്പ് നിൽക്കുമ്പോൾ അതെല്ലായിടത്തും കൂടെ ഈ പയറിൻ്റെ നാമ്പ് ചുറ്റി കയറാൻ പറ്റൂലേ. അപ്പോൾ ഇതൊരു നല്ല പരിപാടി എനിക്ക് തോന്നി. അതുകൊണ്ടാണ് വള്ളി കെട്ടി അത്ര സ്യൂട്ടല്ലാന്ന് തോന്നി കണ്ടോ. ഇതൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കയറാൻ പറ്റൂലേ. അതുകൊണ്ട് ഞാനിങ്ങനെ ചുറ്റി ചുറ്റി കയറേണ്ട യാതൊരു ബുദ്ധിമുട്ടില്ല. അത് ചാടിപ്പോരുമില്ല കേട്ടോ. നമ്മുടെ പൊന്നുകുട്ടി ഇരിക്കണുണ്ടോ. പൊന്നു ഒളിച്ചു. ഞാൻ ക്യാമറ അവളെ കാണിക്കണേന്ന് നമുക്കറിയാം. കണ്ടോ ഒരു റെഡ് കണ്ടോ അവിടെ. ഇവിടെ നോക്ക് അമ്മ എന്നാൽ പോവുക കൂട്ടില്ല. ഇവിടെ നോക്ക് നോക്കണുണ്ടോ, തൂണിൻ്റെ മറവിലിരുന്ന ഒരാൾ നോക്കണുണ്ടോ. അപ്പോൾ എൻ്റെ പയറിനൊക്കെ അത്യാവശ്യം ഞാൻ
മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത്രയൊക്കെ മതി. അവരുടെ കണ്ണിൽ ഇത് നോക്കുമ്പോഴേ ഇതൊന്നും ആയിരിക്കില്ല. കാരണം ഒത്തിരി ഏക്കർ കണക്കിന് പയർ നടന്നവരും അങ്ങനെയൊക്കെ ഉണ്ട്. ഒത്തിരി ആണുങ്ങളാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും ഉണ്ട്. എന്നാലും എന്നെ സംബന്ധിച്ച് ഇത് വലുതാട്ടോ. കാരണം നമ്മുടെ അടുക്കളയിലേക്കുള്ള പച്ചക്കറികൾ നമ്മൾ തന്നെ നട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് വേറെ ആരുടെയും സഹായം ഇല്ലാണ്ട് ചെയ്ത് അതൊക്കെ എന്നെ സംബന്ധിച്ചൊരു വലിയ സന്തോഷവും വലിയൊരു ആത്മസംതൃപ്തിയാണ് തരുന്നത് കേട്ടോ. അപ്പോൾ അത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ആദ്യം ഒരു തോൽവിയില്ല ഞാൻ തുടങ്ങി, എന്നാലും സാരമില്ല. അത് ഞാൻ തന്നെ പറിച്ചാൽ അത് പൊട്ടിപ്പോകുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ചേട്ടായും കൂടെ കൂടുവാണെങ്കിൽ അതല്ലേ നല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ സപ്പോർട്ട് ചെയ്യണവർ ഒത്തിരി പേരുണ്ടല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി നന്ദി പറയുക. അപ്പോൾ ഇനി നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ ബൈ. വെയിലത്തുനിന്ന് കയറി വന്നിട്ട് കണ്ണറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇവൾക്ക് ഭയങ്കര സങ്കടം, ഇവളുടെ വീഡിയോ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. പൊന്നു എന്നെ പറയാനുള്ളതെന്ന് പറ, എന്നാ പറയാനാ? പൊന്നുവിന് ഭയങ്കര സങ്കടമായി. ഇപ്പോൾ പൊന്നുവിന് ഇന്ന് കൂട്ടാകത്തുണ്ട്. അല്ലെങ്കിൽ ഇവളെ ഉറങ്ങണ സമയമൊക്കെ അല്ലേ ഇവളെ ഇൻക്ലൂഡ് ചെയ്യിക്കാത്തതുള്ളൂ. പറ. ഹലോ കണ്ടോ പൊന്നുകുട്ടി ഇങ്ങനെ തോർത്ത് പതിയെ ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചു തന്നു. എന്നെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഞാൻ തോർത്തിട്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ മേലായിരുന്നു. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയില്ലല്ലോ, അതുകൊണ്ടുള്ള വിഷമം കൊണ്ട് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ കെട്ടിയേക്കണം ചേച്ചിമാരിങ്ങനെ കെട്ടി പണയണത് പൊന്നൂസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് തോർത്ത് ഞാൻ അന്നേരം കെട്ടി കൊടുത്താട്ടോ. ഇങ്ങനെ തോർത്തിട്ടപ്പോൾ ഞാൻ ഇങ്ങനെ കെട്ടി കൊടുത്താൽ ഇങ്ങനെ ഇട്ടിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ മേലായിരുന്നു അമ്മയെന്ന്. ഇത് ഇഷ്ടപ്പെട്ടോ? വീഡിയോ കാണാനുണ്ടോ? എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. നാളെ കാണാട്ടോ. കാപ്പിക്കുരുവൊക്കെ ഇത് അപ്പോൾ അടിയിലിരിക്കണൊക്കെ പൂത്തു പോവേ. അതുകൊണ്ട് നമുക്ക് ഉള്ള വെയിലിനങ്ങ് വെയിലത്തിടാൻ വേണ്ടി എടുക്കണേ കേട്ടോ. കണ്ടോ എന്നാ ന്യൂസേ ഉണ്ടോ? വേറൊരു ചാക്കിലേക്ക് എടുത്തിടും കേട്ടോ. അപ്പം ഇന്ന് അത്യാവശ്യം വെയിലുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നലെ ഇടാൻ പറ്റിയില്ല. പൊന്നോ ആ പൊടിയൊക്കെ അടിക്കും.